നമസ്കാരം. ഗ്രാവിറ്റി ആർക്കിടെക്ചറൽ ഡിസൈൻ സ്റ്റുഡിയോയുടെ പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമീർ ആൻഡ് ഫാമിലിക്ക് വേണ്ടിയിട്ട് കണ്ടംപററി മിക്സ്ഡ് സ്റ്റൈലിൽ ഗ്രാവിറ്റി ആർക്കിടെക്ചർ സ്റ്റുഡിയോ ഡിസൈൻ ചെയ്ത് നിർമ്മിക്കുന്ന പുതിയ പ്രൊജക്റ്റിൻ്റെ ഹോം ടൂർ വിശേഷങ്ങളാണ് ഇന്നിവിടെ പങ്കുവയ്ക്കുന്നത്. 4 സെൻറ്റ് പ്ലോട്ടിൽ 1200 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിക്കുന്നത്. ഏകദേശം 25 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിർമ്മിക്കാവുന്ന ഒരു വീടാണിത്. ആദ്യം വീടിൻ്റെ എക്സ്റ്റീരിയർ ഭാഗത്തേക്ക് പോകുമ്പോൾ വീടിൻ്റെ എലിവേഷൻ നോക്കുകയാണെങ്കിൽ ഒരു ആർച്ച് തീമിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ടെറസിൻ്റെ ഭാഗത്തായിട്ട് ഒരു വാള് ജാലി ബ്രിക്ക് വർക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. വളരെ കുറഞ്ഞ ഒരു ഏരിയ മാത്രമേ നമുക്ക് ലാൻഡ്സ്കേപ്പിന് വേണ്ടിയിട്ട് ലഭിച്ചിട്ടുള്ളൂ. എങ്കിലും മനോഹരമായി തന്നെ നമ്മളിവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് വിരിച്ചിട്ടുള്ളത് ഇൻ്റർലോക്ക് ബ്ലോക്സ് ആണ്. വീടിൻ്റെ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ലാൻഡ്സ്കേപ്പിൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. 2 വശങ്ങളിലായിട്ട് കലാത്തിയ പ്ലാന്റും കൊടുത്തിട്ടുണ്ട്. സിറ്റൗട്ടിലേക്ക് കടന്നു വരുമ്പോൾ 4 ഫീറ്റാണ് സിറ്റൗട്ടിന് വീതി നൽകിയിരിക്കുന്നത്. ബ്ലാക്ക് വെട്രിഫൈഡ് ടൈൽ ഫ്ലോറിംഗ് ആണ് സിറ്റൗട്ടിന് കൊടുത്തിരിക്കുന്നത്. സിറ്റൗട്ടിൽ നിന്ന് നേരെ കയറി വരുന്നത് മനോഹരമായ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ്. ഇവിടെ 3+1 സോഫ അറേഞ്ച്മെൻ്റാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയ മനോഹരമാക്കുന്നതിനായി ഇതിൻ്റെ 3 വാളിലായിട്ട് കോൺട്രാസ്റ്റ് കളറും ഒരു വാളിലായിട്ട് ഒരു പെയിൻറ്റിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ തന്നെയാണ് ഇവിടുത്തെ TV യൂണിറ്റും സെറ്റ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റിൻ്റെ പുറകിലായിട്ടുള്ള വാൾ ഫുള്ളായിട്ട് ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. എക്സ്റ്റീരിയറിന് ചേരുന്ന രീതിയിൽ കർവ്ഡ് ഡിസൈനിലുള്ള ജിപ്സം സീലിംഗ് ആണ് ലിവിംഗ് ഏരിയയിൽ കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്നും നേരെ കിച്ചണിലാണ് നമ്മൾ ഡയറക്റ്റ് കയറി വരുന്നത്. മിനിമൽ സ്പേസിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മറൈൻ പ്ലൈവുഡിൽ മൈക്ക ലാമിനേറ്റ് ചെയ്താണ് കിച്ചൺ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പായിട്ട് കൊടുത്തിരിക്കുന്നത്. കിച്ചൻ്റെ കളർ കോമ്പിനേഷൻ നൽകിയിരിക്കുന്നത് ഒരു ലക്ഷറി അക്വാ ബ്ലൂ പ്ലസ് വൈറ്റ് കോമ്പിനേഷനിലാണ്. അപ്പർ ക്യാബിനറ്റ് വൈറ്റ് കളറിലാണ് ചെയ്തിരിക്കുന്നത്. ബേസ് ക്യാബിനറ്റും ലോഫും അക്വാ ബ്ലൂ കോമ്പിനേഷനും കൊടുത്താണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാക്സിമം സ്റ്റോറേജ് സ്പേസ് പ്രൊവൈഡ് ചെയ്താണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മിനിമം സ്പേസിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ സെപ്പറേറ്റ് ഡൈനിങ് ഏരിയ ഈ വീടിന് കൊടുത്തിട്ടില്ല. കിച്ചനോട് കൂടെ തന്നെ സ്റ്റെയറിൻ്റെ താഴെയായിട്ട് 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡൈനിങ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ടിലും ഫസ്റ്റ് ഫ്ലോറിലുമായിട്ട് 4 ബെഡ്റൂമാണ് ഈ വീടിനുള്ളിൽ വരുന്നത്. 2 ബെഡ്റൂംസാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ 11x10 സൈസിലുള്ള ഒരു ബെഡ്റൂമാണിത്. ഒരു ക്വീൻ സൈസിലുള്ള കോട്ടും 2 ഭാഗത്തായിട്ട് സൈഡ് ടേബിളും ഈ റൂമിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സൈഡ് ടേബിളിന് മുകളിലായിട്ട് ഹാങ്ങിങ് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു വാൾ ടെക്സ്ചർ വർക്ക് ചെയ്ത് മനോഹരമായ ഫോട്ടോ ആർട്ട് കൊണ്ട് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. 4 ഡോറോട് കൂടിയ ഒരു വാർഡ്രോബാണ് ഈ റൂമിൻ്റെ ഒരു ഭാഗത്തായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബിൻ്റെ സെൻറ്റർ പോർഷനിൽ ഓപ്പൺ ഷെൽഫായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മറൈൻ പ്ലൈവുഡിൽ മൈക്ക ലാമിനേറ്റ് ഫിനിഷിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴേക്കും ഒരു വാള് കോൺട്രാസ്റ്റ് കളറും പിക്ചർ ആർട്ടും കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ റൂമിലും ഒരു ക്വീൻ സൈസ് കോട്ടും 2 സൈഡ് ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബെഡിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു കോമൺ ടോയ്ലറ്റാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിലൊരു വാഷ് ബേസിൻ, യൂറോപ്യൻ ക്ലോസറ്റ്, ഷവർ ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ഡിസൈനിലാണ് സീലിംഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വെട്രിഫൈഡ് ടൈലാണ് ഫ്ലോറിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. വൈറ്റ് കളർ തീമാണ് ഫ്ലോറിങ്ങിന് ചൂസ് ചെയ്തിരിക്കുന്നത്. കോൺക്രീറ്റിൽ വുഡൻ ലാമിനേറ്റ് ചെയ്താണ് സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വുഡിൻ്റെയും MS-ൻ്റെയും കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിലിൻ്റെ ടോപ്പ് ഭാഗത്തായിട്ട് വുഡിൻ്റെ ഒരു ഭാഗം റൗണ്ട് ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ ഒരു സൈഡിലുള്ള വാളിൽ ഗ്ലാസ് ബ്രിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് വീടിനുള്ളിലേക്ക് ധാരാളം ലൈറ്റ് അകത്തേക്ക് കടക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. ഈ സ്റ്റെയർ കേസിന് നല്ലൊരു ആംബിയൻസ് നൽകാനായിട്ട് ഈ ഗ്ലാസ് ബ്രിക്ക് സഹായിക്കുന്നുണ്ട്.
ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് ഉള്ളത്. ആദ്യത്തെ റൂമിൽ കടന്നു വരുമ്പോൾ ഒരു കോട്ടും സൈഡ് ടേബിളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ബെഡ്റൂമിലേക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഒരു വാൾ ടെക്സ്ചർ വർക്ക് ചെയ്ത് ഒരു മെറ്റൽ ആർട്ട് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ബെഡിൻ്റെ സൈഡിലായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ റൂമിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് സ്പേസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ള റൗണ്ട് ഷേപ്പിലുള്ള സിറ്റിംഗ് ഏരിയ. GI ഫ്രെയിമിൽ ടഫ് ആൻഡ് ഗ്ലാസ് കൊടുത്താണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിന് ബാൽക്കണി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സിറ്റൗട്ടിന് മുകളിലായിട്ടാണ് ബാൽക്കണി കൊടുത്തിരിക്കുന്നത്. ബാൽക്കണിയുടെ ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുന്നത് ഗ്ലാസ്സിലാണ്. അതിൻ്റെ ഫ്രെയിം SS-ലുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ നിന്ന് തന്നെ ഓപ്പൺ ടെറസിലേക്കും ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ടെറസിൽ ലോണ്ടറി സൗകര്യവും ക്രമീകരിച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിന് പാരലായിട്ടാണ് ഫസ്റ്റ് ഫ്ലോറിലെ അടുത്ത ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ ഹോം ടൂർ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവരുടെയും അഭിപ്രായങ്ങളും സപ്പോർട്ടും ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ഫ്രം ഗ്രാവിറ്റി ടീം.